ചേട്ടാ, അങ്ങനെ ആ അഭ്യൂഹങ്ങളെല്ലാം അവസാനിക്കുകയാണ്. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി AICC പ്രഖ്യാപനം നടത്തി. ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ, ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ എന്താണ് ഇത് ഇത്രയും വൈകാനുണ്ടായ കാരണം? ഇത്ര വലിയൊരു സാങ്കേതിക പ്രശ്നമായിരുന്നോ? സതീശൻ എന്ന് പറയുന്ന പേര് നേരത്തെ തന്നെ ജനമനസ്സിലുണ്ടായിരുന്നതാണ്. പക്ഷേ അത് AICCക്ക് ബോധ്യപ്പെടാൻ എന്താണ് ഇത്ര കാലതാമസം ഉണ്ടായത്? പ്രേമേ, നമ്മൾ പതിവിന് വിപരീതമായി നമ്മുടെ ഇത്രയും നാളത്തെ എന്താ പറയുക രാഷ്ട്രീയ വിശകലനങ്ങൾ പലതും നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ശരിക്കും വോട്ട് ചെയ്ത ജനതയെ ശരിക്കും ഉള്ളിന്മേ നിർത്തിയ, അതായത് ആരായിരിക്കും തങ്ങളുടെ അടുത്ത ഭരണകർത്താവ്, തങ്ങളെ ഭരിക്കുന്നത് ആര് എന്ന് അറിയാൻ ആ കാത്തിരിപ്പ് ഒത്തിരി നീണ്ടുപോയി. കാരണം കോൺഗ്രസ് പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യം ഇത്തിരി കൂടിപ്പോയോ എന്ന് ഒരു വേള നമുക്ക് ഇന്നലെ ചിന്തിക്കേണ്ടി വന്നു. കാര്യം ഇന്ന് ഈ മണിക്കൂറുകളിൽ വി ഡി സതീശൻ കേരളത്തെ ഇനി വരുന്ന 5 വർഷം അല്ലെങ്കിൽ ഇനി എത്ര വർഷമാണ് സർക്കാരിൻ്റെ കാലാവധി നയിക്കാനുണ്ടാകും എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ജനം ആശ്വസിക്കുന്നത് പല വിധത്തിലാണ്. എങ്ങനെയായാലും ആ മാൻഡേറ്റ് കഴിഞ്ഞു, തങ്ങൾ ജയിപ്പിച്ചു വിട്ട MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യുമല്ലോ. ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ കാത്തിരുന്നു, ഞങ്ങളെ ഭരിക്കാൻ ആരുമില്ലേ, ഇവിടെ ഇനി എല്ലാം കീഴ്മേൽ മറിയുമോ എന്നായിരുന്നു. ഏതായാലും നാളിതുവരെയുള്ള വ്യവസ്ഥകൾക്ക് അതീതമായി. കാരണം ഇങ്ങനെയല്ല ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം സാധാരണ ഉണ്ടാവുക. ഹൈക്കമാൻഡിൽ നിന്ന് കെട്ടിയിറക്കുന്ന കാര്യം ജനകീയ മുഖങ്ങളെ എന്നും കോൺഗ്രസ് വില കൊടുത്തിരുന്നില്ല. പ്രേം തുടക്കത്തിൽ പറഞ്ഞ പോലെ ജനകീയ മുഖങ്ങളെ പലയിടങ്ങളിൽ നമ്മൾ കണ്ടതാണ്, പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഹൈക്കമാൻഡ് നിർണ്ണയിക്കും, അടിച്ചങ്ങ് ഏൽപ്പിക്കും. ഞങ്ങൾ നിർണ്ണയിച്ചു, ഇതാണ് മുഖ്യമന്ത്രി, വേണമെങ്കിൽ കൊണ്ടുവയ്ക്കോ, വേണമെങ്കിൽ ഭരിക്കാൻ ഇയാളെ ഇങ്ങനെ ഒരാളെ തരാം, ഇതായിരുന്നു രീതി. പക്ഷെ അവിടെയാണ് പ്രേം പറഞ്ഞ ജനകീയ മുഖം, വി ഡി സതീശൻ എന്ന ജനകീയ മുഖത്തെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അതെ, സതീശനെ സംബന്ധിച്ച് ഇതുവരെ ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രി പോലും ആയിട്ടില്ല. ഭാരിച്ച ചുമതലകൾ പാർട്ടി പോലും കൊടുക്കാതിരുന്ന ഒരു നേതാവ്. കഴിഞ്ഞ തവണ പോലും രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ അങ്ങനെ ഒരു തുലാസിൽ വെച്ച് തൂക്കിയാണ് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ ഒരു ഭരണത്തുടർച്ച CPM നേടിയൊരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പദവി പോലും വി ഡി സതീശന് അങ്ങനെ കിട്ടിയതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഇപ്പോഴും അതിൽ പരിതപിക്കുന്നുണ്ട്, തൻ്റെ സീനിയോറിറ്റി മറികടന്ന് തനിക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം വി ഡി സതീശന് കൊടുത്തതിൽ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം എന്ന പോലെ വന്ന് കിട്ടിയ ഒരു ഭാഗ്യപരീക്ഷണം എന്ന പോലെയാണ് പാർട്ടി വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് പദവി കൊടുത്തു. അല്ല പ്രേമ, പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് പദവി കിട്ടിയത് ഭാഗ്യം കൊണ്ടല്ല. അദ്ദേഹം ഒരു ഹരിത MLA ആയി പെർഫോം ചെയ്തത് എല്ലാവർക്കും അറിയാം. ഹരിത MLA ആയി പെർഫോം ചെയ്തു. മാത്രമല്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ മന്ത്രിസഭയിൽ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. കാര്യം അദ്ദേഹം സഭയിൽ അത്ര നല്ല പെർഫോമർ ആയിരുന്നു. സഭയിലെ നമ്മൾ പണ്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ K കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, എന്തിന് ഈ ഏതാണ്ട് പിന്നെ വളരെ പേരെടുത്ത് പറയാവുന്ന തലമുതിർന്ന നേതാക്കൾക്ക് ഒരു ദീർഘദർശനം ഉണ്ടായിരുന്നു. അയാളിൽ ഒരു സ്പാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ആ ചെറുപ്പക്കാരനെ നമുക്ക് കൊണ്ടുവരണം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ സതീശൻ്റെ സഭയിലെ പെർഫോമൻസ് തന്നെയാണ് ഹരിത MLA ആയിരുന്ന സതീശനെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പദവിയിൽ ആദ്യം കൊണ്ടുവന്നു. ഇന്ന് കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി ബഹുമാനപ്പെട്ട സതീശൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെറിറ്റ് തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം AK ആൻ്റണിയാണ് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു MLAയിൽ ഭാവി മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ള കണ്ടെത്തൽ ആദ്യം നടത്തിയത് AK ആൻ്റണിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതേപോലെ സീനിയർ നേതാക്കളുടെ ഇപ്പോൾ കഴിഞ്ഞ 7-ാം തീയതി ചേർന്ന കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി സമിതി യോഗം AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് പിരിഞ്ഞത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. പക്ഷേ അതിൻ്റെ ഇടയിൽ നടന്ന അണിയറ കഥകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആരെയൊക്കെയാണ് പിന്തുണച്ചത്, രഹസ്യ സ്വഭാവമുള്ള രേഖകൾ പോലും മാധ്യമങ്ങൾ പുറത്തുവിട്ടു. KPCC അധ്യക്ഷൻ പോലും മുതിർന്ന നേതാവ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ആ ഘട്ടത്തിൽ ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണയ്ക്കുന്ന, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ രാജസ്ഥാനിലാണെങ്കിൽ ശരി, കർണാടകയിലാണെങ്കിൽ ശരി, MLA മാർ പിന്തുണയ്ക്കുന്ന നേതാവാണ് ജനഹിതത്തിന് വിരുദ്ധമായിട്ട് അവിടെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. അല്ലെങ്കിൽ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റും കർണാടകയിൽ ശിവകുമാറും മുഖ്യമന്ത്രി ആകേണ്ടതാണ്. അപ്പോൾ ആ ഒരു കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കാനായിട്ടുള്ള കാരണം സീനിയർ നേതാക്കളുടെ ഇടപെടലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് VM സുധീരനായിക്കോട്ടെ, AK ആൻ്റണി ആയിക്കോട്ടെ, ഘടകകക്ഷി നേതാക്കൾ, ഇപ്പോൾ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് അടക്കമുള്ള ആളുകൾ എടുത്ത കർശനമായ നിലപാട്. കാരണം സതീശനല്ലാതെ ഒരു മുഖ്യമന്ത്രിയുമായിട്ട് ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ്.
ഒരുപാട് പരിഷ്കരണ നടപടികളുമായി സർക്കാരിന് വളരെ വിപ്ലവകരമായ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയാലേ ഈ 5 വർഷം സുഗമമാകുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു നേതാവ്, ഒരു മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാകും എന്നുള്ള തിരിച്ചറിവ് വൈകിയാണെങ്കിലും AICCക്ക് ഉണ്ടായി. ഇനി ഏറ്റവും വലിയ പ്രശ്നം KC വേണുഗോപാലിനെ പോലെ ഒരു അധികായനെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് മയപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വൈകിയാണ് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചത്. നമ്മൾ കരുതിയിരുന്നത് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ ഇവർ രണ്ടുപേരുമായിരിക്കും അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ KC വേണുഗോപാലിൻ്റെ സാധ്യതകൾ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം AICCയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ ഫലപ്രദമായി വിനിയോഗിക്കുകയും ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 11 ദിവസമാണ് ഈ ചർച്ചകൾ നീണ്ടുപോയത്. ഈ ഒരു ഘട്ടത്തിൽ ഈ 3 പേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഒരു സങ്കീർണമായ ഒരു പ്രോസസ്സായിരുന്നു. പക്ഷേ ഒടുവിൽ എല്ലാവരുടെയും പ്രതീക്ഷ പോലെ തന്നെ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്, സതീശനിലേക്കാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പിന്നെ എന്തിന് ഈ 102 സീറ്റ് കിട്ടി 102 സീറ്റ് നൽകിയ കേരള ജനതയ്ക്ക് മുമ്പിൽ നിങ്ങൾ ഈ പാർട്ടിയെ അപഹാസ്യ കഥാപാത്രമാക്കി? അല്ല, അതിനുള്ള ഉത്തരം തന്നെയാണ് പ്രേം തുടക്കത്തിൽ പറഞ്ഞത്. അതായത് KC വേണുഗോപാൽ എന്ന നേതാവിനെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഈ ഇവരുടെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ചരിത്രമുണ്ട്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ഇപ്പോൾ താങ്കൾ അല്പം മുമ്പ് പറഞ്ഞ അശോക് ഗെഹ്ലോട്ടിനെ എങ്ങനെയാണ് രാജേഷ് പൈലറ്റിനെ വെട്ടി സച്ചിൻ പൈലറ്റിനെ വെട്ടി മുഖ്യമന്ത്രിയാക്കുന്നത്, അതുപോലെ തന്നെ കർണാടകയിൽ ഈ പറയുന്ന ശിവകുമാറിനെ പേര് വെട്ടിയിട്ട് സിദ്ധരാമയ്യെ ആക്കുന്നത്. അപ്പോൾ അത് ആണ് കോൺഗ്രസ് പാർട്ടിയുടെ ഇതുവരെയുള്ള ചരിത്രം. ആ ചരിത്രമെല്ലാം മാറ്റിക്കണ്ട് വരണമെങ്കിൽ ജനപിന്തുണ എത്ര കണ്ട് സതീശനുണ്ട് എന്ന് ഉള്ള ബോധ്യം, ആ ബോധ്യം ഉണ്ടാകാൻ 11 ദിവസം എടുത്തു. പക്ഷേ ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഇനിയാണ് നിർണായകം. കാരണം നമ്മളൊരു കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് കേരളത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം അത്ര ഉണ്ടായിരുന്നില്ല. ചില നേതാക്കളെ കേന്ദ്രീകരിച്ച് ചില കോക്കസുകൾ പ്രവർത്തിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അതിന് KC വേണുഗോപാൽ ഗ്രൂപ്പെന്നോ സതീശൻ ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ ചെന്നിത്തല ഗ്രൂപ്പെന്നോ വിശേഷിപ്പിക്കാമെങ്കിലും പഴയ പോലെ AI ഗ്രൂപ്പുകൾ, തിരുത്തൽവാദി ഗ്രൂപ്പുകൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാവി അത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് മറ്റൊരു വിഷയമാണ്. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് ഏതായാലും VD സതീശൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് തീർച്ചയായിട്ടും പ്രേം പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മന്ത്രി പോലും ഇതുവരെ ആയിരുന്നില്ല. പ്രതിപക്ഷ നേതാവായി അദ്ദേഹം നടത്തിയ പെർഫോമൻസ്, ആ പെർഫോമൻസ് ആണ് ജനത്തിന്റെ മുന്നിലുള്ളത്. അതെ, അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ട്രാക്ക് റെക്കോർഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഭരണാധികാരിക്ക് വേണ്ടത് ഒരു വിഷനാണ്, ഒരു കാഴ്ചപ്പാടാണ്, തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഒരു മുൻകൂട്ടി കാണാനുള്ള കഴിവാണ്. അത് മാത്രമല്ല പ്രേം പറഞ്ഞ പോലെ പറയുന്നതേ, അതായത് താൻ ചെയ്യാൻ പോകുന്നതേ താൻ ചെയ്യുള്ളൂ, അത് മാത്രം അല്ലേ? അതെ, അതായത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ VD സതീശൻ മുൻപോട്ട് വെച്ച അജണ്ട അത് കൃത്യമായി വർക്കൗട്ടായി. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു മെറിറ്റ്, അദ്ദേഹം യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും അടിപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയം മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ വിവിധ സമ്മർദ്ദ കേന്ദ്രങ്ങളുണ്ട്. ജാതിമത സംഘടനകൾ അല്ലെങ്കിൽ സാമുദായിക നേതൃത്വങ്ങൾ, ഇവരെല്ലാം ഒരു പരിധിവരെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ്. പക്ഷെ അവരെയൊക്കെ നിർത്തേണ്ടിടത്ത് നിർത്താൻ അല്ലെങ്കിൽ അവരുടെ അത്തരം ചില സമ്മർദ്ദങ്ങൾ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സതീശനെ സംബന്ധിച്ച് ഒരു മെറിറ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അത് അദ്ദേഹത്തിന്റെ ബലഹീനതയായിട്ടും വ്യാഖ്യാനിക്കാവുന്നതാണ്. മണ്ഡലം പോലും ഒരു ഇടത് ചായ്വുള്ള മണ്ഡലമായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് അദ്ദേഹം തുടർച്ചയായി ജയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ, അദ്ദേഹത്തിന് ഈ പറയുന്ന ജെൻസി പോലും അദ്ദേഹത്തിനൊപ്പമാണ്. കാര്യം സ്ത്രീകൾ, വയസ്സായവർ, സാധാരണക്കാർ, പാർട്ടിക്ക് അതീതമായി പിണറായി ഭരണത്തിനൊരു അവസാനം കാണണം, അത് സതീശൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ടാകണം എന്ന് പൊതുജനം ആഗ്രഹിച്ചത് ഒടുവിൽ AICC എന്ന രൂപമില്ലാത്ത, AICC എന്താണെന്ന് ആർക്കും പിടികിട്ടിയിട്ടില്ല. ഒരു രൂപമില്ലാത്ത, അല്ലെങ്കിൽ എന്താണ് കമാൻഡ്, AICC എന്താണ് കമാൻഡ് ചെയ്യുന്നത് ഒരു പിടിയില്ലായിരുന്നു. അപ്പോൾ ഇതാ VD സതീശൻ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ജനത്തിൻ്റെ പൾസ് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിരിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വലിയ തലപ്പൊക്കമുള്ള നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. K കരുണാകരൻ, AK ആന്റണി, ഏറ്റവും ഒടുവിൽ KC വേണുഗോപാൽ. ആ നിരയിലേക്ക് VD സതീശൻ, ഉമ്മൻചാണ്ടിയുടെ പേരും വിട്ടുപോയി, VD സതീശനും കടന്നു വരുന്നു എന്നുള്ളത് ഇതിനു മുമ്പ് മന്ത്രിയായ ട്രാക്ക് റെക്കോർഡില്ല. പക്ഷേ ജനത്തിനെ മുൻനിർത്തി വലിയൊരു പട നയിച്ച് AICCയെ പോലും മുട്ടുകുത്തിച്ച, തന്നേക്കാൾ കരിയർ ഗ്രാഫുള്ള രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും പോലും മറികടന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ
ദക്ഷിണേന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവ് കൂടി ഉദയം ചെയ്യുകയാണ്. ആ നേതാവിൻ്റെ പേര് വി ഡി സതീശൻ എന്നുകൂടിയാണ്.